പ്രതിഷേധിക്കുകയാണ്. കരുവന്നൂർ ബാങ്കിന്റെ അനീതികളിലും ക്രമക്കേടുകളിലും ഇനിയും തീരാത്ത കൊള്ളരുതായ്മകളും പ്രതിഷേധിച്ചു. നിവൃത്തിയില്ല. കാര്യം അവരുടെ ഡെപ്പോസിറ്റ് ആണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇല്ല, ഇദ്ദേഹത്തിനകത്ത് എമർജൻസി ഉണ്ട്. എമർജൻസിയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. തുകകളുള്ള ഇപ്പൊ 5 or 10 ലക്ഷം എങ്ങനെ തുക കൂടുതൽ വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു സമരം അതുപോലെ തന്നെ പ്രതിഷേധത്തിന്റെ ഭാഗത്തേക്ക് പോകുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. 60 ലക്ഷം രൂപയാണ് ജോഷി മാപ്രാണത്തിന് ലഭിക്കാനുള്ളത്. പക്ഷേ ഇതുവരെയും പണം തിരികെ നൽകാൻ അതിന് എന്ന് നൽകുമെന്നൊരു ഉറപ്പ് പോലും നൽകാത്ത ഇവിടെ പണം നിക്ഷേപിച്ചത് തിരിച്ചു എന്റെയും കുടുംബത്തിന്റെയും പേരിലുള്ള നിക്ഷേപം തിരിച്ചു വെച്ചിട്ട് 3.5 വർഷമായിട്ടും 13 ലെറ്റർ കൊടുത്തു. 2 മാസം മുൻപ് സ്ഥലം MLAയും വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ബിന്ദുവിന് കൊടുത്തു. 1 മാസം മുൻപ് വാസവ മിനിസ്റ്റർക്ക് അയച്ചു. ഇതിനൊക്കെ മുൻപ് കഴിഞ്ഞ ജനുവരി 30-ന് ജീവിക്കാൻ നിവൃത്തിയില്ലാണ്ട് എൻ്റെ വീട്ടിലെ ഭാഗങ്ങളും വസ്തുഭാഗങ്ങളൊക്കെ പൈസ ഇവിടെ ഉണ്ടായിരുന്നു. അത് തിരികെ കൊടുക്കാൻ പറ്റാതെ ഞാൻ ചോദിച്ചിട്ട് ദയാവധം ആവശ്യപ്പെട്ടിട്ട് ജനുവരി 28-ന് ഒരു തുക എൻ്റെ പേരിലുള്ള തുകയിൽ നിന്ന് ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് തന്നിട്ട് ബാക്കിയുള്ളത് 3 മാസത്തിനുള്ളിൽ തിരികെ തരാമെന്ന് ഇപ്പോഴത്തെ കരുവന്നൂർ ബാങ്കിൻ്റെ CEO പറഞ്ഞിട്ട് ജനുവരി 30 തൊട്ട് ഇതുവരെ 3 മാസം ആയിട്ടില്ല. പല തവണ കത്തയച്ചിട്ടും ഹൈക്കോടതി പോയിട്ടും നമ്മളുടെ കോടതികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കാര്യം നടക്കണമെങ്കിൽ ആൾക്കാർ ചത്ത് മണ്ണടിയണം. 1.5 വർഷമായിട്ടും നീതി നിഷേധിക്കപ്പെട്ടിട്ട് വൈകിയെത്തുന്ന നീതി നിഷേധമാണെന്ന് സുപ്രീം കോടതിയുടെ റൂളിംഗ് ഉണ്ട്. ജനാധിപത്യത്തിൽ പൗരനാണ് അധികാരി, തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ജനസേവകരാണെന്നും ഇതേ സുപ്രീം കോടതി നമ്മുടെ മുഖ്യമന്ത്രിയെയും ഗവർണറെയും വിളിച്ചു നിർത്തി പറയേണ്ടി വന്നു. കരുവന്നൂർ ബാങ്കിൻ്റെ ഈ വിഷയത്തിൽ MLA ഒരു വട്ടേ തലപൊക്കിയിട്ടുള്ളൂ, മരിച്ച ഫിലോമിന ചേച്ചിയുടെ കാര്യത്തിൽ. അതല്ലാതെ ഇവിടെ MLA ഇല്ലേ? ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയല്ലേ? അവർക്കെന്താ നാക്കും വാക്കൂല്ലേ? ഈ തൃശ്ശൂർ രാമനിലയത്തിൽ പോയിരുന്ന ഈ കള്ളന്മാരെ കൂടെ കൂടിക്കാഴ്ച നടത്തിയതല്ലാതെ ഇവിടെയുള്ള മന്ത്രിമാർക്ക് മുഖ്യമന്ത്രിക്കൊന്നും കരുവന്നൂർ വരെ അറിയില്ലേ? മുൻപ് നിന്നോട് 5 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഈ 60 ലക്ഷം രൂപ ഇനി ബാക്കിയുണ്ട്. അതിന് 8% പരിശോധിച്ച് കഴിഞ്ഞാൽ ഭാര്യയുടെ പേരിലുണ്ട്, അമ്മായിയുടെ പേരിലുണ്ട്, ചേച്ചിയുടെ പേരിൽ, ചേച്ചിയുടെ മോളുടെ പേരിൽ, എല്ലാം കൂടി ഇനി 60 ലക്ഷം രൂപ ബാക്കിയുണ്ട്. അങ്ങനെ ഒരു വാക്ക് ഇപ്പോഴും ഇല്ലല്ലോ. ഇവർക്ക് വാക്കില്ല. ഇവർ ഉരുട്ടി പറഞ്ഞ് ഉരുട്ടി വിഴുങ്ങി വർത്താനം പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്ന ജോലി തന്നെയാണ് ഇപ്പോൾ ഇരുത്തിയിട്ടുള്ള ഒരാൾ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു 3 തവണ വരെ തരേണ്ട സമയം കഴിഞ്ഞു. 5.25 ലക്ഷം രൂപ ഇപ്പോൾ 15.25 ലക്ഷം രൂപ തരേണ്ട സമയം കഴിഞ്ഞു. നന്നായി ഇപ്പോൾ തന്നോളൂ, 15.25 തന്നോളൂ. അതിപ്പോൾ പറ്റില്ല. അത് നിങ്ങൾക്ക് അന്ന് തരാമെന്ന് പറഞ്ഞതല്ലേ 5.25. അപ്പോൾ ഒരു 3 തവണ തരേണ്ട സമയം കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ തന്നോളൂ, നിങ്ങൾക്ക് അത്രയും സമയം പൈസ സൂക്ഷിക്കാൻ സമയം കിട്ടല്ലേ ചെയ്ത് പറഞ്ഞാൽ അത് പറ്റില്ല. ഇവർക്കൊന്നും പറ്റില്ല. ഇവിടുത്തെ എൻ്റെ തീരുമാനം, ഇനി ഇതിനു മുകളിൽ അധികാര കേന്ദ്രങ്ങളുണ്ട്. ജനാധിപത്യ ഇന്ത്യയിൽ കരുവന്നൂർ ബാങ്കും അതിനെ നിയന്ത്രിക്കുന്ന പാർട്ടി കമ്മിറ്റികളും അതിൻ്റെ മുകളിലിരിക്കുന്ന സ്കൂളിൽ പോകാൻ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളും മാത്രമല്ല അധികാരികൾ, അതിന് മുകളിൽ ഒരുപാടുണ്ട്.
അറിയാം.